ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത ചില വീഡിയോസാണ്. ഒരുപാട് വെയിറ്റ് എല്ലാം ചെയ്ത് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആളെ കണ്ടോ, പുല്ല് അതിൻ്റെ മേലെയുള്ള ഇതെല്ലാം കഴിക്കുന്ന വെസ്റ്റേൺ സ്വാമ്പ് ഹെന്നിനെയാണ് ആദ്യം തന്നെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിന് നീലയും വയലറ്റും കലർന്ന നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. എസ്പെഷ്യലി വെയിലത്ത് അത് തിളങ്ങുന്നത് നിങ്ങൾ കാണണം. പിന്നെ അതിൻ്റെ ബീക്ക് റെഡ് കളറിലാണുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ബീക്ക് പിന്നെ തലേൻ്റെ മേലെയും റെഡ് കളറാണ്. പിന്നെ ഇതിൻ്റെ കാലും നല്ല റെഡ് കളറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് പാടത്ത് ഇങ്ങനെ ചതുപ്പ് നിലം അവിടെയൊക്കെ നടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് മീനിനെയും കഴിക്കും, തവളകളെയൊക്കെ കഴിക്കും, ഇൻസെക്ട്സിനെയും കഴിക്കും. അതുപോലെ തന്നെ നേരത്തെ കണ്ടല്ലോ നിങ്ങൾ, പുല്ലും കഴിക്കും കേട്ടോ. അപ്പോൾ ഇതിനെ പറയുന്നത് ഗ്രേ ഹെഡഡ് സ്വാമ്പ് ഹെൻ എന്നാണ്. അപ്പോൾ അധിക സ്ഥലത്തും ഇതിനെ കാണാനൊക്കെ പറ്റും. പക്ഷേ അധികവും ഇങ്ങനത്തെ സ്ഥലത്ത്, അതായത് ചതുപ്പ് നിലം പിന്നെ പാടം അവിടെയൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ മലയാളത്തിൽ ഇതിൻ്റെ പേര് നീലക്കോഴി എന്നാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഈ ബേർഡിൻ്റെ പേര് കാക്കത്തമ്പുരാൻ അല്ലെങ്കിൽ ആനറാഞ്ചി എന്നാണ് കേട്ടോ. ഇംഗ്ലീഷിലാണെങ്കിൽ ബ്ലാക്ക് ഡ്രോങ്കോ. അപ്പോൾ സാധാരണ കൃഷിയിടങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണിത്. ഇതിൻ്റെ ശരീരത്തിൽ മുഴുവൻ തിളങ്ങുന്ന കറുപ്പ് നിറമാണ് കേട്ടോ. പിന്നെ രണ്ടായി പിരിഞ്ഞ വാല്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനെ കവരവാലെന്നും വിളിക്കാറുണ്ട്. പിന്നെ ഇത് അധികവും ഇങ്ങനെ വേലികളിലോ നാട്ടിൻപുറത്തൊക്കെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് പ്രാണികളാണ് കേട്ടോ. ഇതിൻ്റെ ആഹാരം പറക്കുന്ന പ്രാണികളെ വായുവിൽ വെച്ച് തന്നെ പിടിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. പിന്നെ കൃഷിയിടങ്ങളിലെ ശലഭങ്ങളെ, പുഴുക്കളെ ഒക്കെ പിടിക്കും കേട്ടോ. ഈ അതിമനോഹരമായ ബേർഡിൻ്റെ പേരാണ് ബ്ലൂ ടെയിൽഡ് ബീ ഈറ്റർ. അപ്പോൾ പേര് പോലെ തന്നെ അതാ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ബീ ആവാനാണ് സാധ്യത. അപ്പോൾ ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ള സുന്ദരിയായ ബേർഡാണ് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലൂ ടെയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷാർപ്പ് ബ്ലാക്ക് സ്ട്രൈപ്പ് കണ്ണിലൂടെ പോകുന്നുണ്ടാവും. പിന്നെ ഭയങ്കര നല്ല നീളമുള്ള നല്ല ബ്യൂട്ടിഫുൾ ഫെതേഴ്സാണ് കേട്ടോ ഉള്ളത്. പിന്നെ അത് കഴിക്കുന്നത് ബീസ്, ഡ്രാഗൺ ഫ്ലൈസ്, പിന്നെ വാസ്പ് അതൊക്കെയാണ്. അപ്പോൾ ഇതിന് വേലിത്തത്ത എന്നും പറയും. അപ്പോൾ നമ്മുടെ നീലക്കോഴിയിലേക്ക് തന്നെ തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കളറാണ് എന്താ പറയുക, ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള കളറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വലുപ്പമുള്ള ചങ്കി ബേർഡ്സാണ്. ഒരു ചിക്കൻ്റെ സൈസൊക്കെ ഉണ്ടാവും. അപ്പോൾ അധികവും ഇങ്ങനെ ഇതാ ഫ്രഷ് വാട്ടർ, പിന്നെ അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ കണ്ടില്ലേ പായൽ, പിന്നെ ലേക്കിൻ്റെ എഡ്ജസിലൊക്കെയാണ് കാണപ്പെടുന്നത്. പിന്നെ ഇത് നല്ല സ്വിമ്മേഴ്സാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടല്ലോ ചെറിയ ഷൂട്ട്സ്, പിന്നെ അതുപോലെ ഗ്രാസസ് അതൊക്കെ കഴിക്കും. പിന്നെ മറ്റേ ഇൻസെക്ട്സിനെ, പിന്നെ എഗ്സിനെ അതെല്ലാം കഴിക്കും. പിന്നെ ഇത് അത്ര നല്ല പാട്ടുകാരൊന്നുമല്ല കേട്ടോ. കുറച്ച് ഗ്രണ്ടിങ് ആയിട്ടുള്ള നോയ്സാണ്, അത്ര നല്ല സൗണ്ടൊന്നുമല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ എന്താണ് ബേർഡ്സിൻ്റെ പ്രാന്തന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനിയും അതിമനോഹരമായ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എനിക്ക് കുറച്ച് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.